ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഇന്നും ഒരു റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അഗ്ലോനിമക്ക് നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന വളം എന്ത് കൊടുക്കാം, പിന്നെ കുറച്ച് പേര് നമ്മൾ പുറത്തുനിന്ന് അഗ്ലോനിമക്ക് എന്ത് വളമാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് കമൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അവർക്കുള്ള റിപ്ലൈ ആണെന്ന് നമ്മൾ അഗ്ലോനിമ ചെടി എന്ന് നമ്മുടെ വീടിൻ്റെ വായു ശുദ്ധീകരിക്കുന്ന ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ചെടിയാണ്. ഒരുപാട് കളറുകളിൽ വരുന്നതുകൊണ്ട് തന്നെ പച്ച, മഞ്ഞ, ഡബിൾ ഷെയ്ഡിൽ, ചുവപ്പ് കളറിൽ, ചുവപ്പൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലാന്റാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വളരണമെങ്കിൽ ഇതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സൺലൈറ്റ്, വളരെ കുറഞ്ഞൊരു സൺലൈറ്റ് മതി. അതുകൊണ്ട് തന്നെ നമുക്കൊരു AC ഉള്ള റൂമിൽ പോലും ഇത് നമുക്ക് വെക്കുക, കാരണം നമ്മുടെ വായു ശുദ്ധീകരിക്കുകയും ചെയ്യും, കാണുമ്പോൾ നല്ല എലിഗൻറ്റ് ലുക്കുമാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത്, അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തും. അപ്പം നമുക്കിതിന് എന്തൊക്കെ വളങ്ങളാണ് കൊടുക്കാമെന്ന് പറയാം കേട്ടോ. അപ്പം പുറത്തുനിന്നുള്ള വളങ്ങൾ ഏതൊക്കെയാണ് കൊടുക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം NPK ആണ്. NPK എന്ന് പറഞ്ഞാൽ 19-19-19, അതല്ലെങ്കിൽ 10-10-10. അതാണ് നിങ്ങൾ വാങ്ങിക്കേണ്ടത്. അത് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ മാത്രം കൊടുത്താൽ മതി. അത് 1 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇലകൾക്കും മണ്ണിലേക്കും ഒക്കെ തളിക്കാം. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളം പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം ചെടീൻ്റെ വളർച്ചയ്ക്കും ചെടീൻ്റെ ഒരു തളർച്ച തടയാനും ഇലകളെ ആരോഗ്യപ്രദമാക്കാനും ഒക്കെ പൊട്ടാസ്യം വളരെ നല്ലൊരു വളമാണ് കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വളം ഫോസ്ഫറസ് ആണ്. അപ്പോൾ ഫോസ്ഫറസ് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ടിനൊരു നല്ലൊരു സ്ട്രോങ് റൂട്ടായി വരും. അപ്പോൾ അതെങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു 2-3 ഗ്രാം എടുക്കുക 1 ലിറ്റർ വെള്ളത്തിൽ. അതും മാസത്തിൽ 1 ദിവസം തന്നെയാണ് കേട്ടോ കൊടുക്കേണ്ടത്. പുറത്തുനിന്ന് നിങ്ങൾ എടുക്കുന്ന വളമാണെങ്കിൽ നിങ്ങൾക്ക് എപ്സം സോൾട്ടും നല്ലൊരു വളമാണ് കേട്ടോ. ലീഫ് പ്ലാന്റ്സിനെല്ലാം തന്നെ നമുക്ക് എപ്സം സാൾട്ട് വളരെ നല്ലതാണ്. അതും മാസത്തിൽ 1 ദിവസം തന്നെ കൊടുത്താൽ ഇലകൾ മങ്ങി പോകാതിരിക്കാൻ ഏറ്റവും നല്ലത് എപ്സം സോൾട്ട് ആണ് കേട്ടോ. പിന്നെ കീടങ്ങളുടെ ആക്രമണം ഉണ്ടെങ്കിൽ കുറച്ച് നീം ഓയിൽ, സോപ്പ്, ഡിഷ് വാഷ് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിൽ കലർത്തി ഒന്ന് സ്പ്രേ ചെയ്ത് വിട്ടാൽ നമുക്ക് കീടങ്ങളെ ആക്രമണം തടയാം. പക്ഷേ അഗ്ലോനിമ പ്ലാന്റിന് പൊതുവേ കീടങ്ങൾ കുറവാണ്, എന്നിരുന്നാലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഹോം മെയ്ഡ് ആയിട്ട് പുറത്തുനിന്ന് ഒരു വളവും വാങ്ങിക്കാൻ കഴിയത്തില്ല. ഒന്ന് ഹോം മെയ്ഡ് ആയിട്ടുള്ള വളങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന വളങ്ങൾ 3 എണ്ണം പറഞ്ഞുതരാം കേട്ടോ. അതൊന്ന് അരി കഴുകിയ വെള്ളമാണ്. നമ്മൾ പച്ചരി കുതിർക്കാനൊക്കെ വെക്കില്ലേ, ആ വെള്ളം നമുക്ക് എടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ചോറ് വെക്കില്ലേ, അപ്പോൾ അരി കഴുകുന്ന 2-3 ഒരു 3-4 പ്രാവശ്യം നമ്മൾ എന്തായാലും കഴുകലോ. ഈ വെള്ളം നിങ്ങൾ എടുത്ത് വെക്കുക. അത് വേണമെങ്കിൽ പുളിപ്പിക്കുക, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ ഇത്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് ചെടീൻ്റെ ഊർജ്ജം വർദ്ധിപ്പിക്കും. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം മുട്ട വെള്ളമാണ്. എന്ന് വെച്ചാൽ നമ്മൾ മുട്ട പുഴുങ്ങിയ വെള്ളം അത് ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതൊന്ന് തണുത്തിട്ട് നമുക്ക് 15 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ മുട്ടത്തോടില്ലേ, നമ്മുടെ മുട്ടത്തോട് പുഴുങ്ങിയതല്ലാതെ പൊരിക്കാനൊക്കെ എടുക്കുന്ന മുട്ടയുടെ തോൽ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് വീട്ടിൽ അഗ്ലോനിമ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ബനാന പീല്. അതിൻ്റെ തൊലി വെള്ളത്തിലിട്ട് വെക്കുക, അടുത്ത ദിവസം നമ്മളിത് ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കണം കേട്ടോ. നമ്മൾ ഏത് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിലും നമ്മൾ എടുക്കുന്നതിൻ്റെ കൂടെ നല്ല അളവിൽ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കേണ്ടത്. പിന്നെ അഗ്ലോനിമ പ്ലാന്റിന് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് നമ്മുടെ പോട്ടി മിക്സ് തന്നെയാണ്. അപ്പം നല്ലൊരു പോട്ടി മിക്സ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നല്ലൊരു അടിപൊളി പ്ലാന്റ് ആയിട്ട് തന്നെ വരും. അപ്പം പോട്ടി മിക്സിൻ്റെ കഴിഞ്ഞ വീഡിയോ നമ്മൾ 1-2 എണ്ണം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ആ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ ഇടാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. Thank you for watching.